ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്നൊന്ന് തീരുമാനിച്ചിട്ട് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണിത്. ഞാൻ ആദ്യം തന്നെ രാവിലെ മോൾക്ക് കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറുക്ക് കൊടുക്കുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഞാൻ വീടിൻ്റെ അകത്തൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമുക്ക് വീട്ടിൽ കുറച്ചധികം പണിയുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ മുറ്റത്ത് പാടത്ത് കൊയ്ത് കഴിഞ്ഞാൽ നെല്ലുണ്ടാവുമല്ലോ. ആ നെല്ലൊക്കെ കൊട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുറ്റമൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി ഇന്നും കൂടി ഉണ്ട് കേട്ടോ. ഒരു 4-5 പേര് പണിക്ക് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം എല്ലാം നമ്മൾ ഇന്ന് തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പണികൾ ഇന്ന് കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ചുവാരി കഴിയുമ്പോഴത്തേനും മോള് ഒരേ കരച്ചിലായി കേട്ടോ. പിന്നെ മോളിനെ കുറച്ച് സമാധാനിപ്പിച്ച് കരച്ചിലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ന്യൂസ് പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുഴുവനായി ഇരുന്ന് വായിക്കൊന്നുമില്ല, കുത്തിയിരുന്ന് വായിക്കുന്ന ഒരു ശീലമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ നോക്കും, ന്യൂസ് എന്തെങ്കിലും കാണുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കേണ്ട പണികളിലോട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ നല്ല വെള്ളം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ ഇങ്ങനെയാണ് മോട്ടറിൽ നിന്ന് നേരിട്ടാണ് വെള്ളം എടുക്കാറുള്ളത് കേട്ടോ. നമ്മൾ ടാങ്കിൽ നിറച്ചത് എടുക്കാറില്ല. അത് നമ്മൾ കുളിക്കാനും മറ്റുള്ള ആവശ്യത്തിനൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഇങ്ങനെയാണ് എടുക്കാറുള്ളത്. നമ്മൾ ഡെയിലി എടുക്കാറുണ്ട് കേട്ടോ. ഡെയിലി നമ്മൾ ഇതേപോലെ വെള്ളം എടുക്കാറുണ്ട്. എന്നിട്ട് ഞാൻ വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പിന്നീട് നമുക്ക് കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് വീടൊക്കെ വൃത്തിയായിട്ട് ഒന്ന് തുടച്ചിട്ട്. ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് പുട്ടും ചട്നിയാണ്. അതുകൂടാതെ നമുക്ക് ഇഡലിയും സാമ്പാറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരകി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി പോയിട്ടോ. കുഞ്ഞിനാണെങ്കിൽ നമ്മൾ എണ്ണ കയ്യിലാക്കിയിട്ട് മുഖത്തൊന്നും തൊടുന്നത് ഇഷ്ടമേ അല്ല. ഒരേ കരച്ചിലായിരിക്കും, ഭയങ്കര വാശിയൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ മോൾക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. കുളിപ്പിക്കുമ്പോൾ ഒരേ കരച്ചിലായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. ആൾ നന്നായി ഇരുന്ന് ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മേലെ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അത് എന്താ അങ്ങനെ എന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ ഭയങ്കര കരച്ചിലാണ്. പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തപ്പോൾ നല്ല ഹാപ്പിയായി. ആൾ ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ മുറ്റം എന്ന് പറയുന്നത് മണ്ണുമുറ്റം ആയിരുന്നു. അതിപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്തതാണ് കേട്ടോ. ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ ഒരു പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും പണിയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്നും പണിയുണ്ട്. കുട്ടി മതിൽ പോലെ അതിൻ്റെ സൈഡിലൊക്കെ കെട്ടുകയാണ്. ഇന്നിപ്പോൾ ഒരു 5 പേരോളം ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് കുറച്ചധികം ചോറ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് പാലക്കാടൻ കാഞ്ചന മട്ട എന്ന് പറയുന്ന അരിയാണ്. ഇത് ചിലർക്കൊക്കെ അറിയുമായിരിക്കും. നമ്മൾ തന്നെ പാടത്ത് കൃഷി ചെയ്തിട്ടുള്ള നെല്ലിൻ്റെയാണ് ഈ ഒരു അരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കുറച്ചധികം ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ചധികം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പുട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് കഴിച്ചില്ല കേട്ടോ. ഞാൻ ഇഡലിയും സാമ്പാറും ചട്നിയും കൂടെ കൂട്ടിയിട്ടാണ്. സാമ്പാർ കണ്ടപ്പോൾ എനിക്ക് ഇഡലിയും സാമ്പാറും കൂടെ കഴിക്കാൻ ഭയങ്കര കൊതിയായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കഴിച്ചത് കേട്ടോ. നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയൊരു കഷ്ണം മധുരക്കിഴങ്ങും കൂടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. നമ്മൾക്കത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പാലക്കാടിലെ ഒരു സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. മധുരക്കിഴങ്ങ് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.